ഹായ് കൂട്ടുകാരെ, സച്ചിൻ രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഫ്രണ്ട് ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്യാണ് കേട്ടോ. ഇത് കണ്ടിട്ട് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ സച്ചി നീ കാണിക്കുന്നത്? അതെ അച്ഛൻ പോയിട്ട് അമ്മേനെ കൂട്ടിയിട്ട് വാ, ആ ബിസിനസ് മാനെയും പൗഡർ എടുത്തേയും കൂടി വിളിച്ചോളാൻ അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്താ പ്രശ്നം? അതെ രേവതി, നീ പോയി വർഷയും ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് വാ, ഞാൻ ഇന്നിവിടെ ഒരു സിനിമ തന്നെ കാണിക്കാൻ പോവാണ് എല്ലാവരെയും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹോളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ കിടന്ന് വിളിച്ചു കൂവുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും രവിയേട്ടൻ പറയുന്നുണ്ട്, അതെ സച്ചിക്ക് എന്തോ പറയാനുണ്ട്. ഇവന് എന്ത് കാര്യം പറയാനാ? അതെ അയ്യോ അമ്മേ, ഞാനേ വേറൊന്നുമല്ല പറയാൻ പോകുന്നത്, ചെറിയൊരു വിചാരണ നടത്താനാന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ഓ നീ എന്താ വിചാരണ നടത്താൻ വല്ല പോലീസും ആണോ? ഏയ് ഞാൻ പോലീസൊന്നുമല്ല, നിനക്കല്ലേ വലിയ പോലീസ് ഓഫീസർമാരുമായിട്ടൊക്കെ നല്ല പിടിപാടുള്ളതെന്ന് രവി അന്നേരം സച്ചിനെ നോക്കുന്നുണ്ട് കേട്ടോ. ആർക്കും ഒരു കാര്യവും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തലകുനിച്ച് നിൽക്കുന്നുണ്ട്. ചന്ദ്രമതിക്കും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. സച്ചി, നീ വെറുതെ ആളുകളുടെ ക്ഷമ നശിപ്പിക്കാതെ കാര്യം എന്താണെന്ന് ഇങ്ങനെ രവിയേട്ടൻ പറയുന്നുണ്ട്. അച്ഛന് ഇവന് 4 ലക്ഷം രൂപ എവിടെ നിന്നാ കിട്ടിയെന്നിങ്ങനെ അറിയോന്ന് ചോദിക്കുകയാണ്. ഏത് 4 ലക്ഷം രൂപ? അപ്പോഴേക്കും ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഇങ്ങനെ പരസ്പരം മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. അവർക്ക് മാത്രമേ ആ പൈസ എവിടെ നിന്ന് അറിയുള്ളൂ. പെട്ടെന്ന് തന്നെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ പുറകിലേക്ക് ഇങ്ങനെ പമ്മി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവിയേട്ടനും ചോദിക്കുന്നുണ്ട്, എന്താടാ, ഏത് 4 ലക്ഷത്തിന്റെ ഒരു കാര്യമാ നീ പറയുന്നത്? അച്ഛാ, നമ്മളെല്ലാവരും കൂടി അന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇവൻ വലിയ പോസിൽ വന്നിട്ടേ 4 ലക്ഷം രൂപയൊക്കെ അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ പൗഡറേട്ടത്തിയാണെങ്കിൽ ഒരു 10,000 രൂപ അമ്മയ്ക്ക് ഷെയറും കൊടുത്തില്ലേ? അപ്പോഴേക്കും രവിയേട്ടൻ ആ ക്യാഷിന്റെ കാര്യം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് തലയാട്ടുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതെ സച്ചി, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? 4 ലക്ഷം രൂപ എവിടെ നിന്ന് അറിയില്ലേ? അവനിപ്പോ വലിയ ബിസിനസ് ചെയ്തിട്ട് ശ്രുതിക്ക് അതിൽ നിന്ന് കിട്ടിയ ലാഭവും അതിൽ നിന്ന് സെയിൽ കിട്ടിയ പൈസയാണെന്നിങ്ങനെ പറയുന്നുണ്ട്. ഓ, സെയിൽ നടന്ന ക്യാഷ് അല്ലേ? ശരിയാ, TV, ഫ്രിഡ്ജ്, AC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിറ്റതിന്റെ ക്യാഷ് ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവൻ എന്താ പറ്റിയത് രേവതി? ഇവനെ വിളിച്ചുകൊണ്ട് വല്ല ഹോസ്പിറ്റലിലേക്കും പോകാൻ നോക്ക്. ഇവൻ വെളിവില്ലാതെ എന്തേക്ക് ഈ കിടന്ന് വിളിച്ചു പോകുന്നത്? ഇവന് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഓ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാം, ഇത്തിരി വെയിറ്റ് ചെയ്യേ. അതിനു മുമ്പ് ഇവിടെ ഒരു ഷോർട്ട് ഫിലിം റെഡി ആയിട്ടുണ്ട്, ഇതെല്ലാവരും ഒന്ന് കണ്ടിട്ട് പൊക്കോന്നിങ്ങനെ പറയാണ് സച്ചി. എന്നാൽ ഈ ഷോർട്ട് ഫിലിം എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ആകെ ത്രില്ലാവുകയാണ് കേട്ടോ. കാരണം നമ്മുടെ വർഷ ഫിലിം ഇൻഡസ്ട്രിയിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൂടി ഫിലിം കാണാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ല വർഷേ, നമ്മളെ എങ്ങും പുറത്തു പോയിട്ടല്ല കാണുന്നത്, ഇവിടെ ഇരുന്ന് തന്നെയാ എല്ലാവരും കാണാൻ പോകുന്നത്. അയ്യോ സച്ചിയേട്ടാ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ഫിലിം എടുക്കുന്നതെന്ന് വെച്ചാൽ അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ? അത് നമ്മൾ ഒരിക്കലും വീട്ടിൽ യൂട്യൂബ് വഴിയോ അങ്ങനെയൊന്നും പ്ലേ ചെയ്ത് കാണാൻ പാടില്ല എന്നിങ്ങനെ വർഷ പറയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി മറുപടി കൊടുക്കുന്നുണ്ട്, വർഷ, ഇത് വേറെ ആരും കഷ്ടപ്പെട്ട് എടുത്തൊന്നുമല്ല, ഇത് എൻ്റെ സ്വന്തം ഫിലിമാ എന്ന് പറയുന്നുണ്ട്. സച്ചിയേട്ടൻ എപ്പോഴാ ഫിലിമൊക്കെ എടുക്കാൻ തുടങ്ങിയെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും, അതെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാലേ അതാരും വിശ്വസിക്കില്ല, അപ്പൊ തന്നെ അത് ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നതല്ലേ ബുദ്ധി എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും രേവതിയും ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്ത് കാര്യത്തെക്കുറിച്ചാ ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത്? ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ? രേവതി, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, വേറെ ആരെക്കുറിച്ചല്ല പടം ഇവിടെ നടക്കാൻ പോകുന്നത്, നമ്മുടെ ബിസിനസ് മാനെ കുറിച്ചാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും പൗഡറേട്ടത്തി എന്ന് പറഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഞങ്ങളോടെല്ലാവരോടുമായിട്ട് പറഞ്ഞില്ലേ ശ്രുതിയുടെ ബുദ്ധിസാമർത്ഥ്യത്തെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും ഒക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. ഇപ്പോഴേ ആ 4 ലക്ഷം ലാഭം ഉണ്ടായെന്നതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു, എന്നാൽ ഇവൻ്റെ 4 ലക്ഷം പോയതിനെക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ആകെ ഞെട്ടിത്തെരിച്ച് പോകുന്നുണ്ട്. അപ്പോഴേക്ക് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി നീ പറയുന്നത്? 4 ലക്ഷം രൂപ പോയെന്നോ? അതെ അച്ഛൻ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്
നമ്മുടെ സച്ചിയാണെങ്കിൽ ആ ടി വി ഇങ്ങനെ ഓൺ ചെയ്യാണ് കേട്ടോ. ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ടി വി ഓൺ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. പോലീസുകാരോട് ഇങ്ങനെ ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ സാർ, 5 ഫ്രിഡ്ജ്, 5 വാഷിംഗ് മെഷീൻ, ഇനി AC ഒക്കെ അവർ മേടിച്ചിരുന്നു. ടോട്ടല് ഞാൻ അവർക്ക് ഒരു കെറ്റിലും കൊടുത്തിരുന്നു. ടോട്ടലായിട്ട് 4 ലാക്കാണ് അവർക്ക് ബില്ല് വന്നത്. അതെല്ലാം ഇപ്പോൾ എന്നെ പറ്റിച്ച് പോയിരിക്കുകയാണ്. എനിക്കിതൊക്കെ എൻ്റെ ഭാര്യയോടോ വീട്ടിലോ ആരോടെങ്കിലും പോയി പറയാൻ പറ്റുമോ സാർ? ഞാൻ ഡീലേഴ്സിന് തന്നെ 3 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. വീട്ടിൽ 1 ലക്ഷം രൂപ ലാഭം ഉണ്ടായെന്നും പറഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടു കൂടി ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ എന്താ സംഭവിച്ചെന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് പിന്നീടായിട്ട് കാണിക്കുകയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ ഷോപ്പിലിരിക്കുന്ന സമയത്ത് കുറേ ആൾക്കാരിങ്ങനെ 2-3 പേരിങ്ങനെ കടയിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ചധികം സാധനങ്ങൾ വേണം, അത് എന്തായാലും ബില്ലൊന്നും വേണ്ട, കണക്ക് കാണിക്കണ്ട, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഏറെ സാധനങ്ങൾ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം അവരാണെങ്കിൽ ബ്ലാക്കായിട്ട് ക്യാഷ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണക്കൊന്നും ഇല്ലല്ലോ, ടാക്സുകാർ വന്നാലും അതിനകത്ത് പെട്ടുപോകുന്നതാണ് എന്ന് ശ്രുതി നേരം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അവർ ഡീലേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് കുറേ ഡിസ്കൗണ്ടൊക്കെ കൊടുത്തു. അങ്ങനെ അതിൽ നിന്ന് ശ്രുതിക്ക് ഒരുപാട് ലാഭമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് ശ്രുതി ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഇൻകം ടാക്സ് ഓഫീസറാണെന്നും പറഞ്ഞിട്ട് ഈ ഷോപ്പ് ചെയ്യാൻ വന്ന ആളുകളുടെ കുറച്ച് ആളുകൾ തന്നെ വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ ബ്ലാക്ക് മണി മേടിച്ചിട്ട് ഡീലേഴ്സിന് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്തെന്ന് അറിയുന്നു. അപ്പോൾ പിന്നെ ബില്ലൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് ആ ക്യാഷ് അവർ തന്നെ എടുത്തിട്ട് പോവാണ് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അത് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അല്ല, അവർ അല്ലാതെ തന്നെ പറ്റിക്കുകയാണെന്നുള്ള കാര്യമൊന്നും നമ്മുടെ ശ്രുതി അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ശ്രുതിയുടെ 4 ലക്ഷം പോയത്. അങ്ങനെ ശ്രുതി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഈ കാറിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് സ്റ്റേഷനിലുണ്ടായിരുന്നു. സച്ചി ശ്രുതി അറിയാതെ തന്നെ ശ്രുതിയുടെ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ പ്ലേ ചെയ്യുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാഷ് ബാക്ക് ഓർത്ത് കഴിയുമ്പോഴത്തേക്കിനും ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞെട്ടി ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ. എന്നാൽ ഈ കാര്യമാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും മാത്രം അറിയുന്നുള്ളൂ. ശ്രുതി പോലും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇത് കേട്ടുണ്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ അപ്പോൾ പിന്നെ സുധിയേട്ടൻ എന്തിനാ സ്റ്റേഷനിലേക്ക് പോയത്? അതോ എടാ ഇവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, അപ്പോൾ പിന്നെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഓഹോ, അപ്പോൾ ആ സാധനങ്ങളെല്ലാം അവർ പറ്റിച്ചുകൊണ്ട് പോയതാണോ? അതേടാ, ഇതൊന്നും ഈ പഠിച്ച വിവരദോഷിയയ്ക്ക് മനസ്സിലായില്ലല്ലോ. ഇപ്പം ഭയങ്കര ബുദ്ധിശാലിയാണെന്നും പറഞ്ഞല്ലേ നടക്കുന്നത്. അവർ അത്രയും സാധനങ്ങൾ പറ്റിച്ചുകൊണ്ട് പോയത് മാത്രമല്ല, അവരുടെ ആളുകളെ തന്നെ വിട്ടിട്ട് ആ ക്യാഷും കൊണ്ട് അവർ തട്ടിച്ചിട്ടാണ് കൊണ്ടുപോയതെന്ന് പറയുകയാണ്. ഇതേ സമയം രവിയാണെങ്കിൽ സുധീനെ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വാടാ, എന്താ ഇത്? നീ ഇപ്പോൾ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നീ എന്ത് വിവരക്കേടൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ശരി ആയിക്കോട്ടെ, ബിസിനസ് ആകുമ്പോൾ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നീ എന്ത് നാടകമാണ് സ്വന്തം വീട്ടിൽ വന്ന് കാട്ടിക്കൂട്ടിയത്? എല്ലാവരെയും കബളിപ്പിച്ചിട്ട് കച്ചവടത്തിൽ വലിയ ലാഭം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നീ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, എന്താ ശ്രുതി, നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? എൻ്റെ സച്ചിയേട്ടനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സുധീനെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് സച്ചിയേട്ടൻ എപ്പോഴും ആളുകളുടെ മുമ്പിൽ സുധിയെ കുറ്റക്കാരനാക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണെന്നൊക്കെ നീ പറയാറില്ലേ? ഇപ്പം നിനക്ക് എന്താ പറയാനുള്ളത്? സച്ചിയേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചോദിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. നീ പോലും കണ്ടില്ലേ ഇങ്ങനെയൊരാളെ എന്ത് വിശ്വസിച്ചാണ് ബിസിനസ്സൊക്കെ നടത്തുന്നതെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി അങ്ങ് ആകെ വല്ലാണ്ടാവുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ ശ്രുതി, എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ? അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ, ശ്രുതി നീ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടാണ്, ശ്രുതി നീ സങ്കടപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം വർഷ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഇതിൽ നിന്നൊന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അല്ല ഇവർക്ക് 4 ലക്ഷം രൂപ കച്ചവടത്തിൽ പോവുകയാണ് ചെയ്തത്.
എന്നാൽ ഡീലേഴ്സിന് 3 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ആ ക്യാഷ് എവിടെ നിന്നാണ് അതെനിക്ക് മനസ്സിലായില്ലെന്ന് വർഷ പറയാണ്. അപ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട് അത് തന്നെയാ വർഷേ ഞാനും ചോദിക്കുന്നത്. ആ 4 ലക്ഷം രൂപ എവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ട് സുധിയുടെ നേരെ സച്ചി ചെല്ലിയാണ് കേട്ടോ. സത്യം പറയടാ, എവിടെ നിന്നാണ് നിനക്ക് ആ 4 ലക്ഷം രൂപ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ ഒരു പരിഭ്രമിച്ച് എന്തു പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് രേവതിയുടെ സൂക്ഷിക്കാൻ കൊടുത്തിരുന്ന സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, അച്ചമ്മ കൊടുത്ത സ്വർണവും എല്ലാം കൂടിയിട്ട് അവരെ സ്വർണം എടുത്ത് വിറ്റിട്ട് അത് മുക്കുകൊണ്ടാണ് നമ്മുടെ രേവതിയുടെയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നും വീട്ടിൽ മറ്റാരും അറിയുന്നില്ല. അങ്ങനെ കിട്ടിയ ആ 4 ലക്ഷം രൂപയ്ക്കാണ് ഇവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് വെപ്രാളം പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ട് ചന്ദ്രമതി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രുതിയെ പോയിട്ട് ഒറ്റ അടി അടിക്കുന്നുണ്ട് കേട്ടോ. എവിടെ നിന്നാടാ, സത്യം പറ, നിനക്ക് എവിടെ നിന്നാ ആ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഒന്നും അറിയാത്ത രീതിയിൽ ശ്രുതിനെ ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. കാരണം ശ്രുതി പിടിക്കപ്പെട്ടാൽ ചന്ദ്രമതിയും പിടിക്കപ്പെടുമല്ലോ. കാരണം രണ്ടുപേരും കൂടിയിട്ടാണ് ആ സ്വർണം കൊണ്ടുപോയി വിറ്റത്. ഈ കാര്യം മറ്റാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ശ്രുതിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണു പോകുമെന്ന് ചന്ദ്രമതിയും ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിനെ പോയിട്ട് വീണ്ടും വീണ്ടും തല്ലുകയാണ് കേട്ടോ. എവിടെ നിന്നാടാ, സത്യം പറ, നീ ആരോടെങ്കിലും കടം മേടിച്ചതാണോടാ, നീ പറയടാന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും തല്ലുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടാവുന്നത്. അമ്മേ അതേ അമ്മേ, ഞാൻ കടം മേടിച്ചതാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയമാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ പുറകിലിങ്ങനെ കൈയൊക്കെ കെട്ടി നിൽക്കുകയാണ്. ചന്ദ്രമതിയുടെ ആക്ടിംഗ് ഒക്കെ നന്നായിട്ട് നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ആ ക്യാഷ് എവിടെ നിന്ന് വന്നതാണെന്ന് നമ്മുടെ സച്ചിക്ക് അറിയാമല്ലോ. അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ ആ ക്യാഷ് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഞെട്ടിയിട്ട് വീണ്ടും ഇങ്ങനെ ശ്രുതിയെ പോയി അടിക്കുകയാണ്. കേട്ടോടാ, പറയടാ, നീ ആരുടെ കയ്യിൽ നിന്നാ മേടിച്ചതെന്ന് സത്യം പറയുന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അടിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന്, ഏത് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാടാ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കോളറിലൊക്കെ പിടിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ കുലുക്കുന്നുണ്ട് കേട്ടോ. അമ്മയത് എൻ്റെ പാർക്കിലെ ഫ്രണ്ടില്ലേ, ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണെന്ന് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചന്ദ്രമതിക്കാണെങ്കിൽ സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ സച്ചിനെ ഫേസ് ചെയ്യാനായിട്ട്, സച്ചിയുടെ മുഖത്തേക്ക് പോലും നോക്കാനായിട്ട് ചന്ദ്രമതി തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, ഏത് ഫ്രണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ അന്ന് സുധിയേട്ടൻ്റെ കൂടെ പാർക്കിൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തില്ലേ, ആ ഫ്രണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും സുധിയും പറയുന്നുണ്ട്, അതേ ചാ ആ ഫ്രണ്ട്. എന്നിട്ടെന്താ നീ ഇത്രയും നാൾ എന്നോട് ഈ കാര്യം മറച്ചു വെച്ചതെന്ന് ചോദിക്കുകയാണ്. അത് അച്ഛാ ഇങ്ങനെ സുധി ഇങ്ങനെ വിക്കി നിൽക്കുമ്പോൾ വീണ്ടും ചന്ദ്രമതിയാണെ പോയിട്ട് അടിക്കുകയാണ് കേട്ടോ. മതിയടാ, നീ ഇനി കൂടുതൽ കള്ളത്തരങ്ങളൊന്നും പറയണ്ട, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രുതിയാണെങ്കിൽ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, മതി ആൻറ്റി, ഇനി തല്ലല്ലേ, ഇവനെന്നാലും കള്ളത്തരം പറഞ്ഞില്ലേ, അത് ശ്രുതി പേടിച്ചിട്ടായിരിക്കും ആൻറ്റി, ഇനി ഒരുപാട് തല്ലണ്ട. ഇദ്ദേഹം ആരെയും കബളിപ്പിച്ചൊന്നും ഇല്ലല്ലോ, ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി, അത് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് അത് ഡീൽ ചെയ്യുകയും ചെയ്തില്ലെന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് ചേർന്ന് കാണിച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങളൊന്നും ശ്രുതി പോലും അറിയുന്നില്ല. എന്നാൽ പിന്നീടായിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ പാർക്കിലെ ഫ്രണ്ടിനെ പോയി കണ്ടിട്ട് അത് അദ്ദേഹമല്ല പൈസ കൊടുത്തതെന്നൊക്കെ പിന്നീടായിട്ട് പറയിപ്പിക്കുന്ന എപ്പിസോഡുകളും ബാക്കി അവർക്ക് എവിടെ നിന്നാണ് ക്യാഷ് കിട്ടിയെന്നുള്ളതൊക്കെ നമ്മുടെ സച്ചി പൂർണ്ണ തെളിവുകളോടുകൂടി കണ്ടെത്തുന്ന എപ്പിസോഡുകളൊക്കെ പിന്നീടായിട്ട് വരുന്നുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.